വെള്ളം നിറച്ച് ഇൻക്യുബേഷൻ നടത്തി മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് തീറ്റ കൊടുത്താൽ പോരെ എന്നുള്ളൊരു ധാരണ തികച്ചും തെറ്റാണ്. ഹായ്, എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബയോഫ്ലോക്കിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ മത്സ്യകൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. മത്സ്യകൃഷിയിലെ ഒരു കൃഷി രീതിയാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷി. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വാചകങ്ങൾ, പരസ്യങ്ങളൊക്കെ കേട്ടു. വീട്ടുമുറ്റത്ത് ആയിരങ്ങൾ കൊഴിയാം, ലക്ഷങ്ങൾ കൊഴിയാം, അതിന് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് വരൂ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പരസ്യവാചകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് മാറുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ഉള്ളത് ഇരുമ്പ് ചോല കൊണ്ടാണത്ത് മുഹമ്മദ് കുട്ടിയാജിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് നമുക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് എന്താണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷി, അതിൻ്റെ രീതികളും അത് എത്രത്തോളം റിസ്ക്കാണ് അത് ചെയ്യാൻ എന്നുള്ളതും, അതുപോലെ തന്നെ അത് ലാഭകരമാണോ, എന്തെല്ലാം കാര്യങ്ങളാണ് മത്സ്യകൃഷി, ഈ ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ കൊണ്ടാണത്ത് മുഹമ്മദ് കുട്ടിയാജി നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബയോഫ്ലോക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ തുടങ്ങിയ ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ആദ്യം നമുക്ക് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാം. അതിനുശേഷം അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സംവിധാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വിവരണത്തോടു കൂടി കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അല്പം ലെങ്ത് കൂടുതലാണ് എന്ന് കരുതി ആരും മുഴുവനായിട്ട് കാണാതിരിക്കരുത്. ബയോഫ്ലോക്കിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊണ്ടാണത്ത് മുഹമ്മദ് കുട്ടി ഹാജി, ഇരുമ്പുചോല, AR നഗർ ഇരുമ്പുചോലയിൽ താമസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മത്സ്യകൃഷി രീതിയെ സംബന്ധിച്ചാണ്. മത്സ്യകൃഷി രീതി, കൾച്ചറിങ് എന്ന് പറഞ്ഞാൽ പലതരമാണ്. അതിൽ ഒരു തരമാണ് ഈ ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞ ഈ സിസ്റ്റം. ഈ ബയോഫ്ലോക്ക് ഉണ്ട്, റാസ് ഉണ്ട്, അതുപോലെ തന്നെ എക്കോപോണിക്സ് ഉണ്ട്, പിന്നെ നാച്ചുറൽ പൗണ്ട് ഉണ്ട്, പലതരം മത്സ്യകൃഷി ഉണ്ട്. അതിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യം വളർത്തുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഈ ബയോഫ്ലോക്കിലുള്ളത്. ബയോഫ്ലോക്കിനെ പറ്റി നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ബയോഫ്ലോക്ക് ആദ്യം മുതൽ ശ്രദ്ധിച്ച് പരിപാലിച്ച് കൊണ്ടുവരേണ്ട ഒരു മത്സ്യകൃഷി രീതിയാണ്. അത് പരിപാലിച്ച് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തും അപകടകരവുമാണ്. അത് ആദ്യം മുതൽ പൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ നിമിഷം മുതൽ അവസാനം ഹാർവസ്റ്റ് വരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം. ഫസ്റ്റിൽ നമ്മൾ പൗണ്ട് ഉണ്ടാക്കുന്നു. നിങ്ങൾ ഈ കാണുന്ന മാതിരി ഈ പൗണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൗണ്ട് ഉണ്ടാക്കാൻ വലിയ വിഷമമൊന്നുമില്ല, വലിയ ചിലവുമില്ല. ഏകദേശം ഒരു 50,000 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 50,000 രൂപയുടെ ഉള്ളിൽ എല്ലാ സംഗതിയും ഒത്തൊരുമിച്ച് അവനാനും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലവ് വരുന്നുണ്ടാവുള്ളൂ. ഇത് ചെയ്തത് ഞാനും ഒരു വെൽഡറും എൻ്റെ ഒരു ഹെൽപ്പറും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ലായിരുന്നു. ഈ മത്സ്യകൃഷിയെപ്പറ്റി കൂടുതൽ ഒരു അറിവുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല സ്ഥലത്തും പലയിടത്തും പോയി, പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും, പിന്നെ കൂടാതെ കൃഷി ചെയ്യുന്നവരുടെ ഗ്രൂപ്പുകളുമുണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്നെല്ലാം കൂടി ഏകോപിച്ചുണ്ടാക്കിയ വിവരമാണ് എൻ്റെ അടുത്തുള്ളത്. അതിൽപ്പെട്ടതാണ് മുറ്റത്ത് മീൻകുളം എന്ന് പറഞ്ഞ ഒരു മത്സ്യ ഗ്രൂപ്പുണ്ട്. അതിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അതിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ പൗണ്ട് പരിപാലിച്ച് പോകുന്നത്. അവരുടെ അടുത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ, പൗണ്ടിൽ എന്തെങ്കിലും മാറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോഴേ അവർ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ പൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കുന്നു. മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മീൻ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യം. അതിൽ ഇപ്പോൾ ഇവിടെ ലഭ്യമായ പല മീൻ കുഞ്ഞുങ്ങളും വിൽക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 1 രൂപ മുതൽ 5 രൂപ വരെ ഉള്ളത് നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. പലതരം ചതിക്കുഴികളും അതിലുണ്ട്. കാരണം വെച്ചാൽ വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് വളരെ ലാഭകരമായിട്ട് മത്സ്യകൃഷി മത്സ്യക്കുഞ്ഞുങ്ങളെ വിറ്റ് കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിയത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വല്ലാർപാടം ഗവൺമെൻറ് ഹാച്ചറിയിൽ നിന്നാണ്, എറണാകുളം.
അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു മത്സ്യക്കുഞ്ഞിനെ കിട്ടണമെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മത്സ്യകൃഷി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൗണ്ട് ഉണ്ടാക്കിയത് മുതൽ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ലൈസൻസ് എടുക്കുക എന്നുള്ളത്, ഫിഷറീസിൽ നിന്ന് ഇതിൻ്റെ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് വളരെ ലളിതമാണ്. നമ്മളടുത്തുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവർ ലൈസൻസ് തരും. ലൈസൻസ് കിട്ടിയാൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾക്ക് വളരെ സബ്സിഡിയോട് കൂടെ കിട്ടുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് ഒരു മത്സ്യക്കുഞ്ഞിന് 10 രൂപ തോതിലാണ്. ഈ 10 രൂപ തോതിൽ കിട്ടുന്ന ഈ മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എനിക്ക് 6 രൂപ തോതിലാണ് കിട്ടിയത്. ഞാൻ ഈ പൗണ്ടിലിട്ടിരിക്കുന്നത് 1200 മത്സ്യക്കുഞ്ഞുങ്ങളാണ്. 1200 മത്സ്യക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതിൽ 1500, 2000, 2500 എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ അറിവ്. എന്നതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് 1200 എന്ന് പറഞ്ഞ ഒരു ലെവലിലെത്തിയതാണ്. 1200 ഡെൻസിറ്റി കൂടുതലാണ്. ഇത് 4 ഡയാമീറ്ററാണ് ഈ പൗണ്ടുള്ളത്. അതിലേക്ക് 1200 മത്സ്യക്കുഞ്ഞുങ്ങൾ ഡെൻസിറ്റി കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മൾ ഒരു റൂമിൽ 10 ആൾ നിൽക്കുന്നതും 2 ആൾ നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമായിട്ട് തന്നെയാണ് മത്സ്യക്കുഞ്ഞുങ്ങളും. ഇതിൽ അവരെ സിലറിയും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് പരിപാലിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അമോണിയ കൂടി വരുന്നുണ്ടായിരുന്നു, pH കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു, ആൽക്കലേറ്റി തീരെ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും എനിക്ക് നേരിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതൊക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിട്ട് ഇന്ന് 4.5 മാസമായി. 4.5 മാസമായപ്പോഴത്തിന് ഞാൻ അതിൽ നിന്നും കുറഞ്ഞ മീൻ കുഞ്ഞുങ്ങളെ ഞാൻ പിടിച്ചു മാറ്റി. കാരണം വലിയ കുഞ്ഞുങ്ങളും ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വലിയ കുഞ്ഞുങ്ങളെ മാറ്റിയെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് വളർത്താൻ കഴിയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബേസിക്കായിട്ട് ചെയ്യാനുള്ള ഈ പോണ്ടുകൾ നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ അടിവശം ബയോഫ്ലോക്ക് ആണെങ്കിൽ അടിവശം നമുക്ക് തീർച്ചയായിട്ടും ഒരു ചതുരത്തിൽ 45 ഡിഗ്രി സെൻറ്റിമീറ്റർ ചെരുവിൽ സെൻറ്ററിലേക്ക് ഉണ്ടാക്കണം. കാരണം വെച്ചാൽ ഇതിലെ സ്ലറിയും എല്ലാം അടിഞ്ഞുകൂടി സെൻറ്ററിലേക്ക് വന്നിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു ഡ്രെയിനേജ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഡ്രെയിനേജിൽ ഇതിൻ്റെ ഡെഡ് സെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ കൊടുക്കുന്നതും കറക്റ്റായിട്ടിരിക്കണം. അത് ജാസ്തിയാകാനും പറ്റില്ല, കൂടാനും പറ്റില്ല. അപ്പോൾ ഓരോ വളർച്ചക്കനുസരിച്ചും ഓരോ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഏകദേശ തൂക്കത്തിനനുസരിച്ചാണ് നമ്മൾ തീറ്റ കൊടുക്കേണ്ടത്. 0.5 മുതൽ 8, 1.2, 1.5, 2, 2.5, 3, 3.5, 4 ഇങ്ങനെയൊക്കെ ഇതിന് പലതരം കമ്പനികളുണ്ട്. ഗോദ്രേജിൻ്റെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഗ്രോവലിൻ്റെ ഉണ്ട്. ഏത് തരം മത്സ്യത്തീറ്റ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. മത്സ്യത്തീറ്റയിൽ 2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രീബയോട്ടിക് 2 എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. അത് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ തീറ്റയിൽ ഒരു കിലോന് 50 മില്ലി എന്ന തോതിൽ ചേർക്കുകയാണെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും അവരെ തൂക്കം കൂട്ടാനും മറ്റുള്ളതും ഒക്കെ കഴിയും. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് ഒരു 2-3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ നോക്കൽ അത്യാവശ്യമാണ്. അത് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്ത് കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ചാവില്ല. കാരണം ഇവർ എക്സ്പെർട്ടേഴ്സ് പറയുന്നത് 10% തന്നെയെങ്കിലും മോർട്ടാലിറ്റി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഈ 1200 മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഒരു 15 മീനോളം എനിക്ക് ചത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ചത്തില്ല. അത് കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള പരിക്കോ കാരണമോ ഉള്ളതാണ്. 1 മാസത്തിനുള്ളിലാണ് ആ ചാവുന്നത്. അതിനുശേഷം എനിക്ക് ചത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലാഭകരമാണ്. പിന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് വ്യാപകമായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം ഗവൺമെൻറ് ഇതിന് പദ്ധതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. സുഭിക്ഷ കേരള പദ്ധതിയിൽ ഗവൺമെൻറ് ഇപ്പോൾ ഇതിൽ പദ്ധതികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ലഭിക്കും എന്നാണ് തന്നെയാണ് ഉറപ്പ്. ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ അപേക്ഷ കൊടുത്തിട്ടിരിക്കുന്നു. ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ എന്ന നിലക്ക് ഇത് ചെയ്യലാണ്. പക്ഷേ തൊഴിൽ ചെയ്യുന്നതിന് തർക്കമില്ല. ഇത് ആദ്യമായിട്ട് നിങ്ങൾ കൾച്ചർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭം ഒരിക്കലും പ്രതീക്ഷിക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ ഇതിന് ഒരു 65 റുപ്യ 70 റുപ്യേൻ്റെ തോതിൽ നമ്മൾക്കതിന് ചിലവുണ്ട്.
പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇടുന്നതും അതിൽ തീറ്റ കൊടുക്കുന്നതും അതും അപ്പോൾ നമ്മൾ ലാഭം കണക്ക് കൂട്ടേണ്ടത് മത്സ്യക്കുഞ്ഞുങ്ങളെയും അതിലേക്കുള്ള തീറ്റയും അതിലേക്കുള്ള കറണ്ട് ചാർജുമാണ് നമുക്ക് കൂട്ടേണ്ടത്. മറ്റേത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അത് ഈ കൾച്ചർ കഴിഞ്ഞ് വേറൊരു കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ ലാഭം കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ ഒരു കൾച്ചർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിൽ ലാഭം കിട്ടിയില്ല എന്ന് തന്നെ പിന്മാറരുത് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇതിൽ വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഒരു തൊഴിലാണ്. അത് അവനാൻ്റെ മുറ്റത്തോ അവനാൻ്റെ പറമ്പിലോ കുറഞ്ഞ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലത്തിലാണ് താമസിക്കുന്നുണ്ടെങ്കിലും ഒരു കുറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ 4 ഡയാമീറ്റർ ആണ് ഇതുള്ളത്. അതിന് വേണ്ട സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലമേ വേണ്ടിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉതകുന്നതാണ്. വളരെ ഇതാണ്. പിന്നെ അതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് എയറേഷനാണ്. ബയോഫ്ലോക്ക് ആണെങ്കിൽ ബയോഫ്ലോക്ക് എയറേഷൻ വളരെ നിർബന്ധമാണ്. ഈ തീറ്റ കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇവർക്ക് ഓക്സിജൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഓക്സിജൻ ഇല്ലാതെ ഒരു അരമണിക്കൂർ പോലും അത് ജീവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എയറേഷൻ വേണം. അതിൽ 4 ഡയമീറ്ററിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ HAP 120 ഒരു എയറേറ്ററും 100 ഒരു എയറേറ്ററുമാണ്. അപ്പോൾ അതിൽ സ്ലെറിയും കാരണം അമോണിയ ഒന്നും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ നന്നായിട്ട് കൊടുക്കൽ നിർബന്ധത്തിൽപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാക്കപ്പാണ്, കറണ്ട് ബാക്കപ്പ്. നമ്മുടെ നാട്ടിലെ പവറിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പവറിന് എന്തായാലും ഒരു ഇൻവെർട്ടർ നിർബന്ധമാണ്. ഒരു 2 ബാറ്ററി 150 AH-ൻ്റെ 2 ബാറ്ററിയും ഒരു 24 വോൾട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 മണിക്കൂർ എങ്ങനെയായാലും അതിൽ ബാക്കപ്പ് കിട്ടും. പിന്നെ 3-4 ദിവസം കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ജനറേറ്റർ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു സോളാറോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ലൈസൻസ് ഞാൻ പറഞ്ഞല്ലോ, ലൈസൻസ് എടുക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ഇതിന് KSE-ബിന്ന് കണക്ഷൻ കിട്ടും. ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ താരിഫിൽ നിങ്ങൾക്ക് യൂണിറ്റിന് 1.20 എന്ന തോതിലൊക്കെ ഇതിന് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വരേണ്ടത് 1000-ൽ ചോടെ കറണ്ട് ചാർജ് ഇതിന് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാര്യമായിട്ട് വരുന്നത് ഇതിൻ്റെ തീറ്റൻ്റെ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് തീറ്റ കുറക്കാം. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അസോള ഉണ്ടാക്കുകയാണെന്നുണ്ട്. അസോള ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ചെറിയ ഒരു ഇത് പരുത്തുകൊണ്ടിട്ട് ഒരു കളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുന്നിട്ടാൽ അസോള കിട്ടും. ഒരു നേരം നിങ്ങൾക്ക് അസോള കൊടുത്താൽ നിങ്ങൾക്ക് ഒരു കിലോ വെച്ചുകൊണ്ട് ഒരു ദിവസത്തിന് നമ്മൾക്ക് തീറ്റ കുറച്ചും കിട്ടാനുള്ള എല്ലാ മാർഗമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കാഴ്ചയിൽ വളരെ ലളിതമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മൾ പൗണ്ട് ഉണ്ടാക്കുന്നു, വെള്ളം പാരുന്നു, ഇൻക്യുബേഷൻ നടത്തുന്നു, മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടുന്നു, തീറ്റ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. തീറ്റ കൊടുത്തിക്കാണ്ട് പിന്നെ 3-4-5 മാസം നമുക്ക് വളർത്തിയിട്ട് നമുക്ക് അതിൽ കോരിയെടുക്കാം എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം നമ്മളതിൻ്റെ പാരാമീറ്റേഴ്സ് ശരിക്കും നോക്കി അതിനെ ശരിക്കും ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മത്സ്യക്കുഞ്ഞുങ്ങൾ പകുതി മുക്കാലും ചത്തുപോകും. അപ്പോൾ അതൊക്കെ നോക്കി നടത്തിയെങ്കിൽ മാത്രമേ ഈ കൃഷി ലാഭകരമാകുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം നിറച്ച് ഇൻക്യുബേഷൻ നടത്തി മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് തീറ്റ കൊടുത്താൽ പോരെ എന്നുള്ളൊരു ധാരണ തികച്ചും തെറ്റാണ്. ഇതിലേക്ക് വേണ്ട എയറേഷൻ കൊടുക്കുന്ന എയറേറ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. HAP 120-യും HAP 100-ഉം. അത് വന്നിട്ട് നേരെ ഈ എയർ ചേംബർ എന്ന് പറഞ്ഞ ഒരു ചേംബറിലേക്കാണ് വരുന്നത്. ഈ എയർ ചേംബറിനെ കൊണ്ട് ഉദ്ദേശം നമ്മളെ എയറേറ്ററിന് പ്രഷർ അധികം കൊടുക്കാതിരിക്കാനും റെഗുലറായിട്ട് നമ്മളെ പോണ്ടിലേക്ക് പിന്നെ എയർ വന്നുകൊണ്ടിരിക്കാനുമാണ്. അങ്ങനെ എയർ വന്നിട്ട് രണ്ടിലും വന്നിട്ട് എയർ വന്നിട്ട് ഇതിൽ വന്ന് 2 എയറേറ്ററാണ്. 2 എയറേറ്ററിന് 2 പൈപ്പാണ് വരുന്നത്. അത് ഇവിടെ വന്നിട്ട് പിന്നെ യോജിച്ചിട്ട് ഒന്നാകുകയാണ്. ഒന്നായിട്ട് സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് ഗ്രിഡ് സിസ്റ്റത്തിൽ ഉള്ളൊരു എയറേഷനാണ്. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ കാണും. ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ എയറേഷൻ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ്. ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് പിന്നെ സ്ക്വയറിലുള്ള ഒരു 4 പൈപ്പും അതിൻ്റെ 4 മൂലക്കൽ 1 മീറ്റർ വളച്ചിട്ട് പിന്നെ എയറേറ്റർ ട്യൂബ് വെച്ചിട്ട് ഉള്ളതായിരുന്നു. അത് ശരിക്കും നമ്മൾ പോണ്ടിലേക്ക് വെള്ളം സർക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഡെഡ് സെല്ലുണ്ടാവും. ഡെഡ് സെല്ല് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അമോണിയ ക്രിയേറ്റ് ചെയ്യും. അമോണിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നും പ്രശ്നമാണ്. എനിക്ക് അങ്ങനെയായിരുന്നു 2 മാസം കാലം ഈ അമോണിയ എന്നും. അതിന് ശേഷമാണ് ഇതിന് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, MMK കയറിയതിന് ശേഷമാണ് എനിക്ക് ഗ്രിഡിനെ പറ്റി മനസ്സിലായത്. വീണ്ടും എയറേറ്ററിനെ പറ്റി പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് എയർ ലിഫ്റ്റാണ്. ഇതാ എയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് ഈ പൈപ്പ് പോകുന്നുണ്ട്. ഇതാ ഈ അടിയിലേക്ക് ഈ പൈപ്പ് പോകുന്നുണ്ട്. ഈ പൈപ്പ് പോയിട്ട് നമ്മൾ വെച്ചാൽ അടിയിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ആ വെള്ളം മുകളിലേക്ക് ഇത് ശരിക്ക് പ്രഷർ ചെയ്തിട്ട് അതിന് ഈ പൈപ്പ് എയറേറ്റർ പൈപ്പാണ്. ഇത്
ഇതേമാതിരി ഒന്ന് അവിടെയുണ്ട്, രണ്ടാമത്തെ ഒന്ന് അവിടെയുണ്ട്. അപ്പോൾ അത് ഈ സൈഡിൽ കൂടി പോകുമ്പോൾ സൈഡിൽ കൂടി നമുക്ക് വെള്ളം റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓക്സിജൻ്റെ കാര്യം കൂടി അതിൽ കിട്ടുന്നതാണ്. അപ്പോൾ വെള്ളം സെൻട്രലിൽ നിന്ന് നേരെ സൈഡിലേക്ക് വന്നിട്ട് സൈഡിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഏത് നേരം നിങ്ങളെ ഫ്ലോയിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിലിപ്പോൾ എയർ മാത്രം ഇതിൽ കൂടെ മോട്ടർ വഴിയാണ് ഇപ്പോൾ ഈ വെള്ളം അല്ല, ആ എയറേറ്റർ അതിനാണ്. എയറേറ്ററിന്റെ എയർ ലിഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ എയർ ലിഫ്റ്റാണ്. ഇതിലേക്കൊന്നും കറണ്ടോ മോട്ടറോ ഒന്നും വേണ്ട കേട്ടോ. ആ സെയിം എയറേഷൻ്റെ ഞാൻ കാണിച്ചില്ലേ HAP 120, അതുകൊണ്ടാണ് ഞാൻ 100 കൂടി കൂട്ടി വെക്കുന്നത്, ഇതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഇതുകൊണ്ടിട്ട് വെള്ളം ശരിക്ക് റൊട്ടേറ്റ് ആവും. ഇതിലേക്ക് നമ്മൾക്ക് ഒരു നിലക്കും ഇതിൽ അമോണിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൊടുക്കുന്നില്ല. എനിക്ക് അതിൻ്റെ ഈ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് മാറിയതിൻ്റെ ശേഷം എനിക്ക് അമോണിയ ഉണ്ടായിട്ടേ ഇല്ല, ഞാൻ കാർബൺ സോഴ്സ് കൊടുത്തിട്ടുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിൻ്റെ പേര് സെറ്റിൽ ടാങ്ക് എന്നാണ്. ഇത് മിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഇത് അറിയാതെയാണ് ആദ്യം ഉണ്ടായിരുന്ന ഗ്രൂപ്പിലൊക്കെ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടിയത്. സെറ്റിൽ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പോണ്ടിലെ ഒരു 75% പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണിത്. അതിനെപ്പറ്റി വിവരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പോണ്ടിൻ്റെ സെൻറ്ററിൽ നിന്നും അടിയിലേക്ക് കൂടി ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൽ പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പിൻ്റെ ആ ലാസ്റ്റ് വാൾവ് നമുക്ക് തുറന്നാൽ അതിൻ്റെ ഡെഡ് സെല്ലും എല്ലാം കൂടി ഒരു 5 മിനിറ്റ് നേരം വെള്ളം പുറത്തേക്ക് പോകും. അത് 2-3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു വാൾവ് കൊടുത്തിരിക്കുന്നത് ഇതേമാതിരി തന്നെ, അതിൽ ആദ്യത്തെ പൂട്ടി രണ്ടാമത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടി നേരെ ഈ സെൻറ്ററിൽ വരുന്നു. അപ്പോൾ സെൻട്രലിലേക്ക് ഈ പൗണ്ടിലെ വെള്ളം തികച്ചും കച്ചറയും എല്ലാം കൂടിയിട്ടാണ് വരിക. എന്നിട്ട് ഇതിൻ്റെ വാട്ടർ ലെവൽ, ആ പോണ്ടിലുള്ള വാട്ടർ ലെവലിൽ കണക്കാക്കിയിട്ട് വെക്കണം ഈ സെറ്റിൽ ടാങ്ക്. എന്നതിന് ശേഷം അതിലേക്ക് കൂടി ലേശം കൂടി മുകളിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ U ടൈപ്പിൽ വേണം നിങ്ങൾ വെക്കാൻ. ആ കാരണം U ടൈപ്പിൽ വെക്കാൻ കാരണം ഇതിൽ നിന്ന് വരുന്ന ഈ കച്ചറി വെള്ളം എല്ലാം കൂടി നിന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ കച്ചറ അടിയിലണിയും. ആ നല്ല വെള്ളം ഇതിൽ കൂടി ഇറങ്ങിയിട്ട് ആ പൈപ്പിൻ്റെ ലാസ്റ്റ് വന്ന് നിൽക്കും. അപ്പോഴും നമ്മൾ ഒരു എയറേറ്റർ എന്ന് പറഞ്ഞ ഒരു എയറേഷൻ പൈപ്പ് അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കി കൊടുത്തിട്ട് അതിന് ലാസ്റ്റ് വരെ ഇറക്കി കൊടുത്താൽ അത് പിന്നെ ഇവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. ഈ വാൾവ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് എയർ വിടും. എയർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എയറേഷൻ്റെ സഹായത്തോടു കൂടെ ആ വെള്ളം പമ്പ് ചെയ്തിട്ട് ഈ പൗണ്ടിലേക്ക് നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളം തന്നെ വിടും. കച്ചറ ഇതിലേക്ക് അടിയും ചെയ്യും. ഞാൻ ഇന്നലെ പ്രവർത്തിപ്പിച്ച ഇതാണിതിൽ അതിലുള്ള സ്ലറി വന്നുകാണ്ട് അടിഞ്ഞു നിൽക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് കൂടി ഈ ടാപ്പിൽ കൂടി ലാസ്റ്റ് വിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പൈപ്പ് കൂടി പറമ്പിലുള്ള തെങ്ങിനോ എവിടേക്കും ആണെങ്കിലും കുറച്ച് പൈപ്പ് നീട്ടി വെച്ച് കൊടുത്താൽ ഓരോ തെങ്ങിനുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും നല്ല കാർഷിക വളമാണിത്. ഏറ്റവും നല്ല കാർഷിക വളമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കെന്ന് കരുതുന്നു. അഥവാ മനസ്സിലായിട്ടില്ല, അതിനെപ്പറ്റി വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം, ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ ആദ്യം കാണുന്ന ഈ പൈപ്പ് നീളത്തിൽ വന്നിട്ട് ഇത് ഓവർഫ്ലോ ആണ്. അഥവാ മഴവെള്ളമോ എന്തെങ്കിലും നമ്മളെ ബോണ്ടിലേക്ക് അമിതമായിട്ട് വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ വഴിക്ക് നമുക്ക് ഈ വെള്ളം വാട്ടർ ലെവലിൽ കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. പക്ഷേ എന്നിരുന്നാലും മഴവെള്ളം ഇതിൽ ഒരു നിലക്കും കൊള്ളിക്കാൻ പാടില്ല. മഴവെള്ളം കൊള്ളിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം pH ആണ്. പിന്നെ നമ്മൾ ആദ്യത്തെ മഴ പൗണ്ടിലേക്ക് ഒരു നിലക്കും പൊള്ളിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അന്തരീക്ഷത്തിൽ കിടക്കുന്ന മലിനീകരണങ്ങൾ മുഴുവൻ ഈ വെള്ളത്തിൽ കൂടി വരും, നമ്മൾ പൗണ്ടിലേക്ക് വരും. അത് ആ മീൻ കുഞ്ഞുങ്ങൾ മുഴുവൻ ചാകാനുള്ള ഇടയാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ച ഗ്രീൻ നെറ്റൊക്കെ കെട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ UV ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യത്തിൽപ്പെട്ടതാണ്. ഓക്കെ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓഫ് കോൺ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മൾ പോണ്ടിലെ വെള്ളം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ അടിഞ്ഞു കൂടുന്ന, അതായത് നമ്മളെ പോണ്ടിൽ എത്രത്തോളം ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതുന്നത്, ഫ്ലോക്ക് ഉണ്ട്. ആ ഫ്ലോക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ആസ്പദമായിട്ടാണ് നമ്മൾ ആ സെറ്റിൽ ടാങ്ക് വർക്ക് ചെയ്യിക്കേണ്ടത്. കാരണം ഇതിൽ ജാസ്തി 40-ൻ്റെ മേളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിൽ ടാങ്ക് ഒരു 5-6 മണിക്കൂർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾക്ക് ഈ ഫ്ലോക്ക് കുറഞ്ഞിരിക്കുന്നതാണ്. ഫ്ലോക്ക് ജാസ്തി ആയാലാണ് പോണ്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഫ്ലോക്കിനനുസരിച്ചാണ് പോണ്ട് നിലനിൽക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന എയറേഷൻ, ഈ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയകൾക്ക് ഓക്സിജൻ നിർബന്ധമാണ്. മീനിനും ബാക്ടീരിയകൾക്കും ഒരേമാതിരി ഓക്സിജൻ നിർബന്ധമാണ്.
അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഫ്ലോക്ക് കുറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് പിന്നെ മീനിന് അത്യാവശ്യമുള്ള ഓക്സിജൻ കിട്ടുള്ളൂ. അഥവാ മീനിന് ഓക്സിജൻ കുറഞ്ഞു അപ്പോൾ ഈ മീൻ മുകളിൽ തൊള്ളെടുത്തുകൊണ്ട് വരും. നേരെ മറിച്ച് നമ്മൾ പോണ്ടിൽ എപ്പോഴും ശ്രദ്ധിക്കുകയാണ്, മീൻ നല്ല നിലയിലാണ്, പോണ്ട് നല്ല നിലയിലാണെന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് മീനിന് മുകളിൽ കാണാതിരിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് മീൻ താഴത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പോണ്ട് ഹെൽത്തിയാണ് എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ വീണ്ടും ഇതിനെപ്പറ്റി പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ട്രീറ്റ് ചെയ്യണമെന്നതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ അമോണിയ കൂടുതലാണ് നിൽക്കുക, പഞ്ചസാര കൊടുക്കണം. പഞ്ചസാര കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കലക്കിയിട്ട് ഒരിക്കലും പോണ്ടിലേക്ക് ഒന്നിച്ചൊഴിക്കരുത്. നേരെ മറിച്ച് ഇതേമാതിരത്തെ ഒരു ബക്കറ്റ് കലക്കിയിട്ട് 1 mm കനത്തിലുള്ള ഒരു പൈപ്പ് അതിലേക്ക് കൂടി അടിയിൽ കൂടി ഇട്ടിരുന്നെങ്കിൽ കലക്കി പാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൗണ്ടിലേക്ക് തന്നെ അതാ അപ്പം നിങ്ങൾക്ക് കാണാം ട്രിപ്പായിട്ട് അതിലേക്ക് തുള്ളിയായിട്ടാണ് അതിലേക്ക് ഇട്ടുന്നത്. അങ്ങനെ അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് വിറ്റ് തീർന്നാൽ മതി, പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താവും, മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. നേരെ മറിച്ച് നമ്മൾ ഒന്നിച്ചൊഴിക്കുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ട്രസ്റ്റ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പോണ്ട് നിർമ്മാണം തികച്ചും ഞങ്ങൾ 2 പേരും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഇവിടുത്തെ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. മുഹമ്മദ് ഇവിടെ ഇലക്ട്രീഷ്യൻ്റെ പണിയൊക്കെ എടുക്കുന്ന ഒരാളാണ്. തികച്ചും ഞങ്ങൾ 2 ആളും കൂടി തന്നെയാണ് ഇതിൻ്റെ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കിറ്റുകളാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പാരാമീറ്റേഴ്സ് നോക്കേണ്ട ആ കിറ്റ് പറഞ്ഞാൽ ഒരു കിറ്റ് ഇത് തന്നെ ടെസ്റ്റിംഗ് കിറ്റ് ഫ്രഷ് ഇതുണ്ടല്ലേ. ഈ കിറ്റ് നമുക്ക് ആമസോണിൽ കിട്ടും. 2500 രൂപ വിലയാണ്. അതിലെല്ലാം അടങ്ങിയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾക്ക് അതിൽ തന്നെ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ബാക്കിൽ ഈ കളർ വ്യത്യാസത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് pH ആണ്, ഇത് അമോണിയാണ്, ഇത് നൈട്രേറ്റ് ആണ്, ഇത് ഹൈ pH ആണ്. ഇതിനൊക്കെ കളറിനനുസരിച്ച് നമ്മൾക്ക് മാറ്റങ്ങളുണ്ട്. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്ത കിറ്റുകളാണ് ഈ കാണുന്നത്. ഇതിൽ അമോണിയ ഉണ്ട്, പിന്നെ pH ഉണ്ട്. ഇതിൻ്റെ ആ കളർ വ്യത്യാസത്തിന് ആൽക്കലേറ്റാണ്. ഇത് ആൽക്കലേറ്റ് ലേശം കുറവായിരുന്നു. അതിനനുസരിച്ച് ഞാൻ പിന്നെ ഡോളോമേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽക്കലേറ്റ് ചെക്ക് ചെയ്തതാണ് ഇതിൻ്റെ KH എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ അമോണിയ 2 തുള്ളി വീതം 8 തുള്ളി വീതം എടുക്കണം. pH 3 തുള്ളി എടുത്താൽ മതി. ഒക്കെ അതിൽ തന്നെ ഉണ്ട്, പിന്നെ എഴുതിയിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാൻ തക്കത്തോണം. ഓക്കെ, ഇത് ആൽക്കലേറ്റ് ചെക്ക് ചെയ്യുന്ന കിറ്റാണ്. ഞാനും കുറച്ച് മീനൊക്കെ വാങ്ങി. ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുഹമ്മദ് കുട്ടി ഹാജിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ചിട്ട് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.